ചേച്ചി இங்க இல்லடா. டேய் இங்கேயும் இல்ல. ஒருவேளை இறங்கி போயிருப்பாளோ? ഓടിച്ചു വിട്ടോ? ഇല്ല, ഞാൻ പറപ്പിച്ചു വിട്ടു. എന്താ കൊച്ചേ, നീ ആ റോഡിലെങ്ങാനും ചെന്നൊന്ന് പോയി നോക്കിട്ട് വന്നേ, അവിടെ എങ്ങാനും ഉണ്ടോന്ന്. അമ്മൂമ്മ ആദ്യം വീട് മൊത്തം നോക്കിട്ട് വരെ ഞാൻ റോഡ് വരെ പോയി നോക്കണത്. ലച്ചാച്ചി എവിടെ പോ? അയ്യോ എന്താ? ഞാൻ നനച്ച നീ കുഴിപ്പള്ളത്തിലെ പോയിരിപ്പേന്ന്. ആ കുഴിപ്പള്ളത്ത് പോവും, പക്ഷെ ഇപ്പഴല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് കയറി ചെന്നാലേ അവിടുത്തെ അമ്മയ്ക്ക് മനസ്സിലാവും ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് കയറി ചെന്നതാന്ന്. പിന്നെ ഇവിടെ ഒരെണ്ണം തിരിഞ്ഞു നിൽക്കുവാണെന്ന് അവളെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ. ലച്ചു, അവളോട് കോവെല്ലാം അടങ്ങിയിടുണ്ടാ, വരുത്തപ്പെടാതെ. അങ്ങനെയൊന്നും അടങ്ങത്തില്ല, ഇത് വേറെ ചിന്തയാ. കനകം, നമ്മളെ എന്തൊക്കെയോ ആയി എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാലേ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലെന്നേ. ഞാനൊന്നും മിണ്ടാൻ വരുന്നില്ല. വയസ്സെന്ന കാലത്ത് കൊച്ചുമക്കടെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്ന് പറഞ്ഞാലേ നാണക്കേടാ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അമ്മൂമ്മ എന്തൊക്കെ പറയണത്? എടാ, അങ്ങനെയൊക്കെയാ വളർന്നു വരുമ്പോ ഓരോരുത്തരുടെ പെരുമാറ്റങ്ങള്. ഇവിടെ കളിയും ചിരിയൊക്കെ ഇച്ചിരി കൂടിപ്പോയി, ആളും തരവും അങ്ങ് മാറിയും പോയി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അടി കിട്ടാനും സാധ്യതയുണ്ടെന്ന്. അമ്മൂമ്മ എന്തെങ്കിലും ചെയ്താണ്ടല്ലോ. ആ നിങ്ങളോട് എന്തോടെ കാണിച്ചോണ്ടിരിക്കുന്നേ? നാടകോ? ഇത്ര ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മൂമ്മ, കുറച്ച് കുറയ്ക്കേ. சிவா, கொஞ்சம் நிறுத்து, எனக்கு கெட்ட கோவம் வரும். என்னது அப்படியே பேசிட்டு போற? நான் இங்கேத்த ஃபேமிலி மெம்பர் எல்லாம் இல்ல, மதுரையில இருந்து வந்தவதா, எனக்கு தெரியும். ஆனா நீ என்ன ஆன்ட்டி தானே கூப்பிடுற, அதனால நான் சொல்ற பேச்சு நீ கேட்டுதான் ஆகணும். அடங்கு, அதான் எனக்கு சொல்றதுக்கு இருக்கு. സ്വന്തം വീട്ടുകാരെ പോലും വക വെക്കാതെയാണ് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത്. എൻ്റെ ആൻറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ട് പറയാ. ഇവളുടെയൊക്കെ അടുത്തേ ഒന്നും പറയാതിരിക്കുന്നതാണ് ആൻറ്റിക്ക് നല്ലത്. ചേച്ചി, ഞാൻ പറഞ്ഞാ കൂടി പോ, അവസരം മുതലെടുക്കുവാണല്ലേ. ഞാനങ്ങ് പടവലത്ത് പോയാലോ എന്ന് ആലോചിക്കുക. അതാകുമ്പോ കുറച്ച് സ്വസ്ഥ മനസ്സമാനം കിട്ടുമല്ലോ. പോടാ ചെല്ല്, നിനക്ക് സ്വസ്ഥത മനസ്സമാധാനമാണല്ലോ വേണ്ടത്. നീ ഒരു കാര്യം ചെയ്യ്, പടവലത്ത് ചെന്ന് ആ ആറ്റിന്റെ കരയിൽ പോയിരിക്കും. അവിടെ ആവുമ്പോഴത്തേക്കും മെർലിനെയോ അലീനെയോ ആരെയാണെങ്കിലും വിളിച്ച് തൊള്ളാലോ. നമ്മൾ ആരും ശല്യപ്പെടുത്താൻ വരത്തുമില്ല, സാറിനൊന്നും അറിയാൻ വേണ്ട. പോരെ, അത് പോരെ നിനക്ക്? ഞാൻ ഈ സമയത്തൊന്നും മിണ്ടണ്ടെന്ന് വിചാരിച്ചാണേ. എന്തിനും മിണ്ടാതിരിക്കുന്നേ? എല്ലാരും നിരന്നിരുന്ന് ഓരോന്നൊക്കെ പൊടി പിടിച്ചോണ്ടിരിക്കുവല്ലേ. നീയും പറ വായി തോന്നിയതൊക്കെ. ശിവചേച്ചി പൊടിക്ക് ഓവറാണേ, നിർത്തിക്കോ. ആർക്ക് വേണോ എന്ത് വേണോ എന്നെ പറയാം, അതൊന്നും ഇവിടെ പ്രശ്നമില്ല. ഞാൻ മാത്രം വാ തുറക്കാൻ പാടില്ല, അത് പ്രശ്നമാണല്ലോ ഇവിടെ. എല്ലാരും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ഇനി ഒരു മനുഷ്യനും വാർന്നു പോലും. ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ അറിയാലോ. പിന്നെ വാ തുറന്ന വാ അടപ്പിക്കാനും എനിക്കറിയാം. ഇത് ചെറിയണേ, ഞാനൊന്നും പറയുന്നില്ല, പോ എന്തെങ്കിലും കാണിക്ക്. മെനങ്ങാന്ന് വരെ പെറ്റിക്കോട്ട് വിട്ടോണ്ട് അമ്മൂമ്മയെന്നും പറഞ്ഞോണ്ട് എൻ്റെ പുറകെ നടന്നതാ. ഇപ്പൊ ബുദ്ധി കൂടിപ്പോയപ്പോഴേ അഹങ്കാരവും കൂടി. ഞാൻ മുറിയിലോട്ട് കയറാൻ പറ്റും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.